ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു പെർഫെക്റ്റ് ഹാഫ് kg വൈറ്റ് ഫോറസ്റ്റ് ബർത്ത്ഡേ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വൈറ്റ് ഫോറസ്റ്റ് പൊതുവേ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, വലിയ പണിയൊന്നുമില്ല. അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അതിനു വേണ്ടി ആദ്യം തന്നെ 2 മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റോളം ബീറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് 60 ഗ്രാം ഓഫ് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യണേ. മൊത്തം ആഡ് ചെയ്തിട്ട് അത്യാവശ്യം ഒരു 2-3-4 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കണേ. അതിൻ്റെ ക്ലിപ്പ് വിട്ടുപോയി. അപ്പം വാനില എസൻസ് ചേർത്തിട്ട് വീണ്ടും ഒരു 2-3-4 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ പൊട്ടിച്ചൊഴിച്ച എഗ്ഗിനേക്കാളും ഡബിൾ സൈസിൽ വരണം. അത്ര നേരത്തേക്കും ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും എഗ്ഗിൻ്റെ ടേസ്റ്റൊക്കെ പോയി പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് സ്ലോ മോഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡ് ബീറ്റ് ചെയ്യരുത്. മുട്ട ബീറ്റ് ചെയ്ത് അത്രയും സ്പീഡ് ബീറ്റ് ചെയ്യണ്ട. വെരി സ്ലോ മോഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അധികം ബീറ്റ് ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നിടം വരെ. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണേ. റിബണി കൺസിസ്റ്റൻസി അല്ല, അതിലിച്ചിരി ലൂസ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിനു വേണ്ടി 60 അല്ലെങ്കിൽ 70 ഗ്രാം മൈദ, അതിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പക്ഷേ കുറച്ച് പാൽപ്പൊടിയും കൂടെ എടുത്തായിരുന്നു. അത് ഞാൻ 4 ടീസ്പൂൺ എടുത്തത്. അത് ഓപ്ഷണലാണ്, വേണേൽ മാത്രം എടുത്താൽ മതി. പക്ഷെ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് കൂടും, അപ്പം അത് വേണ്ടവർ ചെയ്യുക. എന്നിട്ട് പകുതി ആഡ് ചെയ്തിട്ട് വിസ്ക് വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അടുത്തത് നിങ്ങൾക്ക് 3 പാർട്ടായിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 2 പാർട്ടായിട്ട് ആഡ് ചെയ്യുക. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് 2 പാർട്ടായിട്ട് ആഡ് ചെയ്തു. 3 പാർട്ടായിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ മിക്സായിട്ട് കിട്ടുവേ. ബീറ്റർ വെച്ച് ഓവർ മിക്സ് ചെയ്യരുത്. അത്യാവശ്യം ഒരു 40% മിക്സായി എന്ന് തോന്നുമ്പം പിന്നെ നമ്മൾ സ്പൂൺ എടുത്തോ അല്ലെങ്കിൽ സ്പാച്ചുല എടുത്തോ മിക്സ് ചെയ്യാവേ. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പൂൺ എടുത്ത് ബീറ്റ് ചെയ്യുമ്പോൾ, മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മാത്രം മിക്സ് ചെയ്യുക. അതുമാത്രമല്ല, ഓവർ മിക്സ് ആയി പോകരുതേ. താഴെ വരെ, നമ്മളതിൻ്റെ ബോട്ടം വരെ ഇറങ്ങി ചെന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നടുക്കത്തെ പോർഷൻ മാത്രം മിക്സ് ആവാതെ കേക്ക് ഉണ്ടാക്കുമ്പോൾ അവിടെ മാത്രം വേവാതെ അൺഈവനായിട്ടിരിക്കും. എല്ലാ കോർണറിലും സെൻറ്ററിലും എല്ലായിടും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഇങ്ങനെ ആയിരിക്കും. ഒരു റിബണി കൺസിസ്റ്റൻസിയിലായിരുന്നു കിട്ടിയത്, അത് എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് മിൽക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് അലർജി ഉള്ളവർ ചേർക്കണ്ട. ഞാനൊരു 5 ടീസ്പൂൺസ് ഓഫ് മിൽക്കായിരുന്നു എടുത്തത്. അപ്പം 2 ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ലൂസായി കിട്ടും. മിൽക്ക് ചേർത്ത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് പെർഫെക്റ്റ് റിബണി കൺസിസ്റ്റൻസി കിട്ടുന്നത്.
മിൽക്ക് ഒഴിച്ചിട്ട് ഓവൻ മിക്സ് ചെയ്യാൻ നോക്കുക. ലാസ്റ്റിൽ നമ്മൾ 1 ടീസ്പൂണോളം വിനീഗർ ഒഴിക്കുക. അങ്ങനെ ഒഴിച്ച് കഴിയുമ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ ബേക്കായി കിട്ടുവേ. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തപ്പം മൈദയൊക്കെ ചേർത്തപ്പം ഞാൻ 3-4 വട്ടം സീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേർക്കുവാണെങ്കിൽ നമുക്കൊരിക്കലും കേക്ക് ഉണ്ടാക്കി ബേക്ക് ചെയ്ത് കിട്ടുമ്പോൾ കട്ട പിടിക്കില്ല അകം. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഏത് കേക്ക് ഉണ്ടാക്കിയാലും 3-4-5 വട്ടം സീവ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫൈനൽ ആഡ് ചെയ്യുക ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. ബേക്കിംഗ് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് നല്ലോണം ലൈൻ ചെയ്തിട്ട് ഓയിലെല്ലാം വെച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് ബാറ്റർ ഒഴിക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ച് മുകളിലത്തെ സർഫസ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. എയർ ബബിൾസും ടാപ്പ് ചെയ്ത് കളയുക. ഇനി നമുക്ക് 175 ഡിഗ്രി 45 മിനിറ്റ്സിൽ ബേക്ക് ചെയ്യാം. 40 to 45 മിനിറ്റ്സ്, അതിൽ കൂടുതൽ എന്തായാലും പോവില്ല. ചിലവരുടെ ഓവൻ ടെമ്പറേച്ചർ വേരിയേഷൻ ആവും. അപ്പം നിങ്ങൾ അതിൻ്റെ അനുസരിച്ച് ബേക്ക് ചെയ്യുക. ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് നല്ല പെർഫെക്റ്റ് കേക്കാണ് കിട്ടിയിരിക്കുന്നത്. ടൂത്ത് പിക്കിൽ ഇൻ കേസ് എനി ബാറ്റർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അഗെയിൻ 10 to 15 മിനിറ്റ്സ് 160 ഡിഗ്രിയിൽ വെച്ച് ബേക്ക് ചെയ്യുക കേട്ടോ. കേക്കിൻ്റെ സൈഡ് ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിപ്പോയി. അതുകൊണ്ട് സൈഡെല്ലാം കട്ട് ചെയ്തിട്ടാണ് 3 ലെയർ എടുത്തേക്കുന്നത്. വേണേൽ 4 ലെയർ എടുക്കാം. ഞാൻ 3 ലെയർ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളായിരുന്നേ. ഇനി നമ്മൾ കേക്ക് വെറ്റ് ചെയ്യുന്നത് മിൽക്കിൽ 2 ടീസ്പൂണ് എന്ന് വെച്ചാൽ എത്ര എമൗണ്ട് മിൽക്ക് എടുക്കുന്നു അതേ എമൗണ്ടിൽ ഷുഗറും കൂടെ എടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്ത് അതൊന്ന് ആറിയിട്ട് ആണ് വെറ്റ് ചെയ്യുന്നത്. ചൂടോടെ വെറ്റ് ചെയ്യാൻ എടുക്കരുത്. നമ്മൾ ഐസിങ് ചെയ്യുമ്പം ക്രീം മെൽറ്റായപ്പം ആദ്യം വെറ്റ് ചെയ്തു. പിന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയർ വെച്ചു. അത് കഴിഞ്ഞിട്ട് വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ലെയർ വെച്ച് കൊടുക്കുക. അവിടെ ഇവിടെ ഒഴുകി പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടേ, ഒരു ബോർഡർ വരച്ചു കൊടുക്കുക. വിപ്പിംഗ് ക്രീം തേച്ചിട്ട് അതിൻ്റെ ചുറ്റിനും തന്നെ ഒരു സർക്കിൾ ബോർഡർ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് വൈറ്റ് ചോക്ലേറ്റ് ഇടുക. ഇതുപോലത്തെ ലിക്വിഡ് ഐറ്റംസ് കേക്ക് ചെയ്യുമ്പം എനിക്ക് ടൈം ഒട്ടുമേ ഇല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഇടിപിടിയെന്ന് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. വൈറ്റ് ചോക്ലേറ്റ് ആണ്, ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റാണ് വെച്ചത്. ഫില്ലിങ്സ് വെക്കുമ്പോൾ ഒരിക്കലും കുറച്ച് വെക്കരുത്. അതിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇത്രയും നമ്മൾ ചെയ്ത വെറും വേസ്റ്റായി പോകും. അപ്പോൾ ഫില്ലിങ്സ് നല്ല രീതിയിൽ വെച്ച് എടുക്കുക. അടുത്ത ലെയറും വെറ്റ് ചെയ്തു. ക്രീം തേച്ച് കൊടുക്കുന്നു. വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തു. വൈറ്റ് ചോക്ലേറ്റും വെച്ച് കൊടുത്തു. ഞാൻ പൊതുവേ വൈറ്റ് ചോക്കോ ചിപ്സ് യൂസ് ചെയ്യാറില്ല ഫില്ലിങ്ങിന്. മേളിൽ ഡെക്കറേഷന് മാത്രമേ ഉള്ളൂ. അതിലും നല്ല രുചി കിട്ടുന്ന നമ്മളല്ലാതെ ഡാർക്ക് വൈറ്റ് കോമ്പൗണ്ട് മേടിക്കുമല്ലോ, അത് ഗ്രേറ്റ് ചെയ്തിടുമ്പോഴാണ്. ഫൈനൽ ലെയറും വെച്ചു. ഫൈനൽ ലെയർ വെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ.
നമ്മൾ ഫൈനൽ കോട്ടും പോട്ടെ ക്രം കോട്ട് ചെയ്യാണ്. ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ, കേക്ക് സൈഡെല്ലാം മുറിച്ച് കളഞ്ഞ് നല്ല രീതിയിൽ മുറിച്ച് ലടുപിടിന്ന് മുറിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേപ്പ് ശരിയായില്ല, ഇടയ്ക്ക് പൊട്ടിപ്പോയി. ഇതെല്ലാം ഇങ്ങനത്തെ കേക്ക്സ് എല്ലാം നമുക്ക് ക്രം കോട്ട് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും. ആർക്കും അറിയാൻ പറ്റില്ല ഉള്ളിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയോ. ഫൈനൽ കോട്ടൂടെ ചെയ്ത് കഴിയുമ്പോൾ കേക്ക് നല്ല സർക്കിൾ ഷേപ്പിൽ കിട്ടും. നമുക്ക് ഏത് ഷേപ്പിലാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പിൽ എന്ത് കേക്ക് ഡാമേജ് ആയിപ്പോയാലോ പൊട്ടിപ്പോയാലോ അൺഈവൻ ആയിപ്പോയാലോ നമുക്ക് നല്ല രീതിയിൽ ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ട് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുവേ. അത് നല്ല രീതി ക്രീം ബീറ്റായി സ്റ്റിഫ് പീക്സായി ആവുന്നിടം വരെ ബീറ്റ് ചെയ്യണം. എന്നിട്ട് കുറച്ച് നേരം ചില്ല് ചെയ്യാൻ വെക്കണം. എന്നാലേ നല്ലൊരു ക്രീം കിട്ടുള്ളൂ, നല്ല രീതി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം പറഞ്ഞു, ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 30 മിനിറ്റോളം ഫ്രീസ് ചെയ്തേ ഞാൻ. ഫൈനൽ കോട്ട് ചെയ്തു, 30 മിനിറ്റ് ഫ്രീസ് ചെയ്തിട്ട് വെയിറ്റ് 560 ഉണ്ടായിരുന്നു. ഹാഫ് kgയുടെ പെർഫെക്റ്റ് വെയിറ്റ് ആയിരുന്നു കിട്ടിയത്. ഇനി നമ്മൾ ഡെക്കറേഷൻ പരിപാടിയാണ്. സൈഡിൽ ഞാൻ ഗ്രേറ്റഡ് വൈറ്റ് ചോക്ലേറ്റ് തന്നെ വെച്ചു. ഇത് വെറും ഓപ്ഷണലാണേ. ഡയറക്റ്റ് ഡിസൈൻ കൊടുക്കുന്നവരുണ്ട്. സൈഡിലൊരു രസമല്ലേ, ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കാരണം എൻ്റെ കയ്യിൽ ബാക്കി ക്രിയേറ്റ് ചെയ്ത വൈറ്റ് ചോക്കോ ചിപ്സ് ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ സൈഡിൽ വെച്ച് കൊടുത്തു, വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. പിന്നെ റൈറ്റിങ്സ് എല്ലാം എഴുതി. ബർത്ത്ഡേ കേക്ക് ആയതുകൊണ്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ആളുടെ പേര്. ഞാൻ ഈ സൈഡിലത്തെ എല്ലാം ഡിസൈൻ ചെയ്ത് കൊടുത്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അന്നേരം ഞാൻ വീഡിയോയിൽ കിട്ടിയില്ല, എന്നാലും അത്യാവശ്യം ഒരു പർപ്പിൾ ഷെയ്ഡ് വെച്ച് സൈഡിൽ ഒരു ഡിസൈനും ആക്കി കൊടുത്തായിരുന്നു. അത് ക്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല. മേലെ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത കാര്യമായിരുന്നു. പെട്ടെന്ന് കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു സിമ്പിൾ നോസിൽ ഡിസൈനാണേ. സൈഡിൽ ഡ്രിപ്പ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് കവർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ വിപ്പിംഗ് ക്രീമിൽ പർപ്പിൾ കളറാക്കിയിട്ട് സൈഡിലെല്ലാം ഒരു 6 മോഷനിൽ ക്രീം തേച്ച് കൊടുത്തായിരുന്നേ. ഞാൻ ഫൈനൽ ഫോട്ടോ ഇട്ടേക്കാമേ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ശരി, ബൈ.